കോഴിക്കോട് ചേളന്നൂർ പോഴിക്കാവിൽ പ്രശ്നങ്ങൾക്ക് താൽക്കാലിക പരിഹാരം. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മണ്ണെടുപ്പ് താൽക്കാലികമായി നിർത്തി. അറസ്റ്റ് ചെയ്ത പ്രതിഷേധക്കാരെ വിട്ടയച്ചു. വിവരങ്ങളുമായി രാഹുൽ കെ വി ചേർന്നുണ്ട്. രാഹുൽ, ഒടുവിൽ അവരുടെ ആവശ്യത്തിന് താൽക്കാലികമായ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണല്ലേ? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ജയലക്ഷ്മി, നാട്ടുകാരുടെ ജനകീയ സമരം വിജയിച്ചിരിക്കുന്നു എന്നതാണ്. മണ്ണെടുക്കുന്നത്, പോഴിക്കാവ് കുന്നിടിച്ച് മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു. സമരസമിതി പ്രതിനിധികൾ ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥർ, തഹസിൽദാർ അടക്കം നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത്. രാവിലെ അതിക്രൂരമായ പോലീസ് നടപടിയാണ് പ്രതിഷേധിച്ച നാട്ടുകാർക്കെതിരെ ഉണ്ടായത്. ലാത്തി ഉപയോഗിച്ച് മർദ്ദിച്ചു, ബൂട്ടിട്ട് ചവിട്ടി, ബലപ്രയോഗത്തിലൂടെ പഞ്ചായത്ത് പ്രസിഡന്റ്, മെമ്പർ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. പ്രതിഷേധിച്ച സ്ത്രീകളടക്കമുള്ളവരെ റോഡിലൂടെ വലിച്ചു വെക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഈ സമരസമിതി പ്രതിനിധികളെ ചർച്ചയ്ക്ക് വേണ്ടി വിളിച്ചത്. ഇതിനൊടുവിൽ ഏതായാലും മണ്ണെടുക്കുന്നത് താൽക്കാലികമായി നിർത്താനുള്ള തീരുമാനം എത്തിയിരിക്കുന്നു എന്നത് നാട്ടുകാരെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ്. 15/3/2025 വരെ സ്ഥലത്ത് നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി ഉണ്ട് എന്ന് തഹസിൽദാർ ഈ ചർച്ചയിൽ അറിയിക്കുകയും ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം എന്തായാലും നിങ്ങളുടെ നാട്ടുകാരുടെ ഒന്നടങ്കം ആവശ്യം താൽക്കാലികമായി അംഗീകരിക്കപ്പെടുന്നു അല്ലേ? ഇത് രണ്ടാം തവണയാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് മണ്ണെടുപ്പ് നിർത്തിവെക്കുന്നത്. ഈ നേരത്തെയും ഇതേ രീതിയിൽ മണ്ണെടുക്കാൻ ശ്രമിച്ചപ്പോൾ പ്രക്ഷോഭം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിർത്തിവെച്ചത്. ഈ ശാസ്ത്രീയപരമായിട്ട് അല്ല മണ്ണെടുക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്താൻ ചർച്ചയിലൂടെ ഈ സമരസമിതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. താൽക്കാലികമായി നിർത്തിയെന്ന് പറയുമ്പോൾ ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ജിയോളജി അധികൃതരും റവന്യൂ അധികൃതരും സമരസമിതിയുടെ പ്രതിനിധികളും ചേർന്നുകൊണ്ട് സംയുക്തമായിട്ട് വിസിറ്റ് നടത്തിയതിനു ശേഷം കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയുള്ളൂ. ഇതാണ് തീരുമാനം. ഇതാണ് ഇന്ന് ചർച്ചയിൽ ഡിവൈഎസ്പിയുടെയും തഹസിൽദാരുടെയും സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ എടുത്ത തീരുമാനം. ജിയോളജി പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യുകയുള്ളൂ. നേരത്തെ ജിയോളജി പരിശോധന നടത്തിയപ്പോൾ 5 കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ആ 5 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യാതെയാണ് ഇപ്പം വീണ്ടും മണ്ണെടുക്കൽ ആരംഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് സമരസമിതിയുടെ ആരോപണം. അപ്പോൾ അത് സംയുക്ത പരിശോധന നടത്തിയതിനു ശേഷം ബോധ്യപ്പെടുത്തിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് പോകും. ഒപ്പം തന്നെയാണ് നേരത്തെ പ്രതിഷേധിച്ചവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതാണ്. അവർക്കെതിരെ മറ്റു കേസുകളൊന്നും തന്നെ ഉണ്ടാകില്ല, വിട്ടയക്കുമെന്ന് ഉറപ്പുകൂടി ചർച്ചയിൽ പോലീസ് ഉദ്യോഗസ്ഥർ നൽകി. എന്നാലും നാട്ടുകാർ സന്തോഷത്തോടുകൂടി സ്ഥലത്ത് നിന്ന് പിന്മാറാനുള്ള തീരുമാനത്തിലെന്നതാണ്. മാസങ്ങളായി നടന്നുവന്ന സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണ്.